ജോർജ് ജോസഫ് പറഞ്ഞ ആ രണ്ടാമത്തെ വാർത്ത നമ്മൾ പറഞ്ഞ അത് പണം ഉണ്ടാക്കാൻ ഭാര്യയുടെ കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തി അശ്ലീല വെബ്സൈറ്റിനെ വിൽക്കുകയും ചോദ്യം ചെയ്ത ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവം. ആ യുവതിയുടെ അഭിഭാഷകൻ കൂടിയാണ് അഡ്വക്കേറ്റ് പ്രശാന്ത്. ശ്രീ പ്രശാന്ത്, ഇത് അശ്ലീല വെബ്സൈറ്റിൽ കണ്ട ആരോ പറഞ്ഞിട്ടാണ് എന്ന് തോന്നുന്നു അല്ലെ യുവതി അത് അറിയുന്നത്? പിന്നീടുണ്ടായത് എന്താണ്? ആ കേസിന്റെ വഴി എന്താണ് ഇപ്പോൾ? ഈ ദമ്പതികളെ UK-യിലാണ്. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ പെൺകുട്ടിയോട്, ഈ ഭാര്യയോട് ചില ആളുകൾ പറയുന്നു ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവർ അതിനെപ്പറ്റി വിശദമായിട്ട് പലയിടത്തും അന്വേഷിക്കുന്നു. അവസാനം ഈ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഇത് അയച്ചു കൊടുത്തതായിട്ട് ഈ പെൺകുട്ടി മനസ്സിലാക്കിയപ്പോൾ ഈ പെൺകുട്ടി മാനസികമായി തകരുന്നു. അപ്പോൾ അതിനകത്തിൽ തന്നെ ഈ ഭർത്താവ് സ്വകാര്യമായും രഹസ്യമായും പകർത്തിയത് അടക്കം കുട്ടിയുടെ മുമ്പിൽ വെച്ച് നടത്തുന്ന ലൈംഗിക വൈകൃതങ്ങൾ ഭാര്യ ഇല്ലാത്തപ്പോൾ എന്ന് പറയുന്നത് ഭാര്യ ജോലിക്ക് പോയിരുന്ന സമയത്ത് അവിടുത്തെ നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് ഈ ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചും ഇത്തരത്തിലുള്ള 4 വയസ്സുള്ള കുഞ്ഞാണ്, അതിൻ്റെ മുമ്പിൽ വെച്ച് ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുന്നു. അതും ക്യാമറയിൽ പകർത്തി, അത് മൊബൈൽ ക്യാമറയിൽ പകർത്തി വെക്കുന്നു. ഇപ്പം ഇത്തരത്തിൽ വ്യാപകമായി ഇത് പുറത്തു പോകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ സ്നേഹവിവാഹമായിരുന്നു. പിന്നെ ഈ പെൺകുട്ടി MBA ബിരുദധാരിയാണ്, ഒരേ ഇടവകയിൽപ്പെട്ടവരാണ്, അതുപോലെ തന്നെ ഇവരെ ചെറുപ്പം മുതലേ അറിയാവുന്നവരാണ്. പക്ഷേ ഈ പെൺകുട്ടി ഇദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഈ പെൺകുട്ടി ഇയാളെയും കൊണ്ട് തിരിച്ച് കൗൺസിലിങ്ങിനായി നാട്ടിലേക്ക് കഴിഞ്ഞ മാസം ഈ 14-ാം തീയതി ഈ മാസം 14-ാം തീയതി നാട്ടിലെത്തുന്നു. നാട്ടിലെത്തിയതിന് ശേഷം ഇയാളെ ഒരു കൗൺസിലിങ്ങിന് കൊല്ലത്തെ ഒരു ഡോക്ടറെടുത്ത് കൗൺസിലിങ്ങിന് വിധേയനാക്കുന്നു. അവിടെ വെച്ച് ഈ ഭർത്താവ് കൺഫസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടത്തില്ല എന്ന് മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള അപ്പോഴാണ് ഈ പെൺകുട്ടി ഡോക്ടറോടും പറഞ്ഞു, മറ്റ് ബന്ധുക്കളോടും ഒക്കെ തുറന്നു പറയുന്നു ആ കുട്ടിക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ജീവിതത്തിലുണ്ടായിട്ടുള്ള ദുരന്ത അനുഭവങ്ങളെ പറ്റി പറയുന്നു. അതായത് പലയാവർത്തി ഈ ദൃശ്യങ്ങൾ എടുത്ത് പുറത്ത് വിൽക്കുകയാണ്. അതെ. തന്നെയുമല്ല അപ്പോഴാണ് ഈ പെൺകുട്ടി വളരെ അടുത്ത ബന്ധുക്കളോട്, നമുക്കറിയാം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക്, പ്രത്യേകിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ഇത് പൂർണ്ണമായും തൻ്റെ ഭർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ പറ്റത്തില്ല. കാരണം വീട്ടുകാരുടെയൊക്കെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് തന്നെ വിവാഹം കഴിച്ച ആളാണ്. ഇവർ രണ്ടുപേരും UK-യിലാണ്. ഇപ്പം സേഫായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ്. വളരെ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി ഈ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചുള്ള ദമ്പതികൾ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അവര് നമുക്ക് അടുത്ത കാലത്തൊക്കെ വിവാദങ്ങളിൽപ്പെട്ട 2 വ്യക്തികൾ അവരെ സ്വാപ്പിംഗ് വഴി ഈ ഭർത്താവുമായി ബന്ധപ്പെടുകയും ഈ ഭാര്യ ഇതിനെ വിലക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം 1-2 വർഷത്തിനിടെയൊക്കെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പങ്കാളികൾ കൈമാറുന്നു എന്ന് പറയപ്പെടുന്നത് നമ്മളൊക്കെ ഇത് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഇയാളുടെ ബന്ധം അവർക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോകൾ അയച്ചു കൊടുക്കുന്നു. എന്തിനേറെ പറയുന്നു, ഈ ഭർത്താവെന്ന് പറയുന്ന ഈ യുവാവിൻ്റെ 30 വയസ്സ് മാത്രമേ അയാൾക്ക് പ്രായമുള്ളൂ, 30-31 വയസ്സേ ഉള്ളൂ. അയാളുടെ വീട്ടിലെ ഒരിക്കലും ഒരു മകൻ അല്ലെങ്കിൽ ഒരു യുവാവ് പകർത്താൻ പറ്റാത്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ സ്വന്തം വീട്ടിലുള്ളവരുടെ വരെ പകർത്തിയ സാഹചര്യം വരെ ഈ പെൺകുട്ടി ഈ ഫോണിൽ നിന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ഈ പെൺകുട്ടി നാട്ടിലെത്തിയതിന് ശേഷം ഈ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടും ഇയാള് നന്നാവുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അതെ. അപ്പൊ കൗൺസിലിംഗ് വേറെ പണിയില്ലേ, നീ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഫ്രോഡ് ഇവരോടൊപ്പം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.